ഇന്ന് ഏത്തയ്ക്ക ഏത്തയ്ക്ക പുഴുങ്ങിയാണ് ശിവയ്ക്കും സിദ്ധുവിനും കൊടുത്തത്. അപ്പോൾ രാവിലെ തന്നെ രണ്ടും ഇവിടെ മുന്നിലിരിപ്പുണ്ട്. അപ്പം ഞാനായിരുന്നു ഇന്ന് അടുക്കള ഭരണമേറ്റത് എന്ന് ഞാൻ പറയുന്നില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം, എളുപ്പമല്ലേ, ഏത്തയ്ക്ക പുഴുങ്ങിയാൽ മതിയല്ലോ. അപ്പം ഞാനത് പുഴുങ്ങി അവർക്ക് കൊടുത്തു. എനിക്ക് കപ്പക്കിഴങ്ങ് കഴിക്കാനിരിപ്പുണ്ട്. കാരണം ഇന്നലെ രാത്രിയിൽ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ചൂടാക്കി ഞാൻ കഴിച്ചു. പിന്നെ അവർക്ക് ഇച്ചിരി പാലും കച്ചി കൊടുത്തു. എനിക്കും ഭയങ്കര വിശപ്പാണ്. അപ്പം പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം എടുത്തു കൊടുത്തിട്ട് ഞാനും അടുക്കളയിൽ പോയി കഴിക്കാനായിട്ട് പോവുമായിരുന്നു. അപ്പോൾ കപ്പക്കിഴങ്ങായിരുന്നു ഞാൻ കഴിച്ചത്. കപ്പക്കിഴങ്ങും മുളക് ചമ്മന്തിയും ആയിരുന്നു. അതെന്തായാലും കുറച്ച് കഴിക്കുമ്പോഴേ വയർ ഫുള്ളാവും. അതുകൊണ്ട് ഇറക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. നമ്മളിപ്പോൾ മീൻ ഓൺലൈനാണ് ഓർഡർ ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഞാൻ അവിടെ കറ്റാനം പോയി മേടിക്കുമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി, അവർ വീട്ടിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ ഇന്നലെ മേടിച്ച മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടു. ക്ലീൻ ചെയ്താണ് അവിടെ കൊണ്ടുതരുന്നത്. അപ്പോൾ പിന്നെ അത്ര എളുപ്പമുണ്ടല്ലോ, നമുക്ക് വെച്ചാൽ മതിയല്ലോ. മീൻ മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചാൽ മൊത്തം ചാരം കയറി കിടക്കുമായിരുന്നു. പിന്നെ മുറ്റം തൂക്കുന്ന ടാസ്ക്കായിരുന്നു. മുറ്റം തൂത്തു അത്യാവശ്യം. പക്ഷേ തൂത്ത് കൂട്ടുന്ന എല്ലാം വലിയവരുടെ അയ്യത്താണേ. നമുക്കിങ്ങനെ പ്രത്യേക സ്ഥലം കുറവായതുകൊണ്ട് തൂത്ത് കൂട്ടാൻ ചിലപ്പോൾ അപ്പുറത്ത് തൂത്ത് കൂട്ടിയാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇപ്പുറത്ത് തൂത്ത് കൂട്ടിയാൽ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മൊത്തത്തിൽ തർക്കങ്ങളാണ്. സോ ഞാൻ എന്തായാലും തൂത്ത് അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അച്ഛൻ കണ്ട ചീത്തയും പറയും. അച്ഛൻ വരുന്നതിന് മുന്നേ എല്ലാം തൂത്ത് കൂട്ടിയതെല്ലാം എടുത്ത് വടക്കേ വശത്ത് ഇപ്പോൾ തൽക്കാലം നമ്മൾ അവിടെ ഇട്ടാണ് കത്തിക്കുന്നത്. അതങ്ങ് ചാരാവത്തില്ലേ, പക്ഷേ ആർക്കും ഇഷ്ടമല്ല. നമുക്കങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ തൂപ്പ് പരിപാടികളെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൂത്ത് കൂട്ടി ഒരു വിധം അവസാനിപ്പിച്ചു. പിന്നെന്താണ്, ഞാൻ ഇങ്ങനത്തെ ചൂലും കൊണ്ടാണ് തൂക്കുന്നത്. കാരണം ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, കാര്യം നടക്കുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. കാരണം ഓരോന്നെടുത്ത് പിന്നെ ഓഫാക്കി അടുത്തെടുത്ത് ഓൾറെഡി അങ്ങനെ സമയം കിട്ടാറില്ല. ചില ദിവസങ്ങൾ മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റാറുള്ളൂ. അതാണ് എന്നൊന്നും വീഡിയോസ് ഇങ്ങനത്തെ ഒന്നും കാണാത്തത്. എനിക്ക് എടുക്കുന്നത് ഇഷ്ടമാണ്. മടിയെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ ജോലി, അപ്പോൾ ഇങ്ങനെ ഇത്രയും സമയം അങ്ങ് ലാഗായി പോയില്ലേ, അപ്പോൾ ജോലി അതുപോലെ കിടക്കും. പിന്നെ തുണി കഴുകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കുളിക്കുന്നതും എന്തോ വല്ലാതെ വെറുത്തു പോയി ഇതൊക്കെ. അപ്പോൾ പിന്നെ 2 ട്രിപ്പ് ചൂലുണ്ട്. ഒന്ന് പിന്നെ നമ്മുടെ സിമെൻറ്റ് തേച്ചേക്കാണ് ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതിൽ വാവയാണെങ്കിൽ കളിക്കുമ്പോൾ മണ്ണൊക്കെ വാരിയിട്ട് കല്ലെല്ലാം എടുത്തെറിഞ്ഞ് ആകെ കുളമാക്കി ഇടും. അപ്പം അവൾ കളിക്കട്ടെന്ന് ഞാനും വിചാരിക്കും. അത് കഴിഞ്ഞ് തൂക്കാൻ വരുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി മണ്ണൊക്കെ ഒതുക്കി വെക്കും. അങ്ങനെ ഏകദേശം ജോലിയൊക്കെ അങ്ങനെ തൂപ്പ് ജോലി അങ്ങനെ കഴിയും. പിന്നുള്ളത് തുണി കഴുകലാണ്. ഞാൻ കുളിക്കുന്ന സമയത്തേ അങ്ങ് തുണി കഴിയും, പിന്നെ എടുത്ത് വിരിക്കത്തില്ല. അതെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അമ്മ ചീത്ത പറഞ്ഞ് മടുക്കും. തുണി കഴുകിയിട്ട് അപ്പം തന്നെ എടുത്ത് വിരിച്ചാൽ തോന്നു കിട്ടത്തില്ല. ഞാൻ ചെയ്യില്ല. ഞാൻ അവിടെ പിറ്റേന്ന് കുളിക്കുന്നിടം വരെ അതവിടെ ബക്കറ്റ് വെച്ചേക്കും. അതാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബക്കറ്റ് വെള്ളം മുക്കിയൊക്കെ വിരിക്കണമല്ലോ. ഞാൻ കഴുകി വെച്ചിരുന്ന തുണിയാണ്. ഈ വെള്ളത്തിലിടുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒലച്ചിട്ട് എടുത്ത് വിരിക്കും. അത് ഇരട്ടിപ്പണിയാണ്, പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അമ്മ അടിക്കാനൊക്കെ വരും ഇടയ്ക്ക്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ എന്നും വിചാരിക്കും അപ്പം തന്നെ, പക്ഷേ എന്തോ കുളി കഴിയുമ്പോഴത്തേനങ്ങ് ഞാനും കയറിപ്പോവും. അതാണ് നടക്കുന്നത്. അങ്ങനെ തുണി കഴുകൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ അച്ഛനാണെങ്കിൽ ചീവക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലൊന്നുമില്ല. അച്ഛനിങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും. പക്ഷെ അച്ഛനങ്ങനെ കൂടുതൽ കഴിക്കത്തുമില്ല. പക്ഷെ നമ്മളെല്ലാം കഴിക്കണം, ഒന്നും വേസ്റ്റ് ചെയ്യരുതെന്നാണ് പുള്ളിയുടെ കൺസെപ്റ്റ്. അപ്പം അത് ഞാൻ വെച്ചു. അപ്പോഴത്തേനും അമ്മ വന്നായിരുന്നു. അമ്മയാണ് മീൻകറി വെച്ചത്. ഞാനിതെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. കാരണം ബാക്കി ടാസ്കിന് അകത്ത് കയറുമ്പോൾ ഒരുപാട് ജോലികളുണ്ടെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ കുളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മുറിക്കാവല്ല, അതെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ്. അപ്പം ഞാനിതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും.
അമ്മയാണ് കറി വെക്കുന്നത്. ഞാൻ മീൻ കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാരും എന്നെ കളിയാക്കരുത്. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ എല്ലാം നമ്മൾ അല്ലേ സ്വന്തമായിട്ട് ചെയ്യും. ഇത് അമ്മയുടെ അടുത്തായതുകൊണ്ട് അമ്മയെല്ലാം ചെയ്യും. അങ്ങനെ മെഴുക്ക് പുരട്ടി, മീൻ കറിയായി, മീൻ വറുത്തു. അങ്ങനെ ഞാൻ ചോറുണ്ടു. മക്കൾസിനൊക്കെ അപ്പോഴത്തേനും അമ്മ ചോറ് കൊടുത്തിരുന്നു. ഞാനിതെല്ലാം ഇച്ചിരി ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ കഴിച്ചു. പിന്നെന്താണ്, പിന്നെ അച്ഛനാണെങ്കിൽ 2 പേർക്കും ഒരു വഞ്ചി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അതായത് ഓട്ട ഓടിക്കുവാണേ, അതിന് ചില്ലറയൊക്കെ കിട്ടുമ്പോൾ എന്നും വന്ന് അത് കലാപരിപാടിയാണിത്. 2 പേരെ വഞ്ചിക്കകത്ത് കൊണ്ടിടിയിപ്പിക്കും. അപ്പോൾ അവർക്കൊരു സേവിങ്സ് ആവുമല്ലോ, ചുമ്മാ പൈസ വെറുതെ കളയണ്ടാകും. പുള്ളി ഭയങ്കര സേവിങ്സാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഓരോന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര ഗൗരവമാണേ. ഒന്ന് ചിരിച്ച് കാണുന്ന പിള്ളേരോടെ നിൽക്കുമ്പോഴാണ്. അല്ലാതെ എന്നോടൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല. നമുക്ക് വഞ്ചിയൊന്നും ഇല്ല. അച്ഛൻ പറയും ഞാൻ ഇവരുടെ അതിനകത്ത് നിന്ന് ഇസ്ക് വന്നു, പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ.